ശ്രീനിവാസന്റെ വിയോഗത്തിന് വേദനയിലാണ് മലയാള സിനിമാ ലോകം. മരണവാർത്ത അറിഞ്ഞ ഉടൻ വിതുമ്പലോടെയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട് പ്രതികരിച്ചത്. നല്ല മനുഷ്യനെയും നല്ല കലാകാരനെയും നഷ്ടമായെന്നായിരുന്നു ശ്രീനിവാസന്റെ സഹപാഠി കൂടിയായ നടൻ രജനീകാന്തിന്റെ പ്രതികരണം. ഞെട്ടലോടെയാണ് ശ്രീനിവാസന്റെ മരണവാർത്ത സിനിമാ ലോകം കേട്ടത്. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് കരുതിയില്ലെന്ന് പറഞ്ഞ സംവിധായകൻ സത്യൻ അന്തിക്കാട് വാക്കുകൾ മുഴുവനാക്കാൻ കഴിയാതെ വിതുമ്പി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്കിനി തിരിച്ചു വരാം. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശം വളരെ വീണ്ടും ഇത് വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. സഹപ്രവർത്തകനെ മാത്രമല്ല സുഹൃത്തിനെ കൂടിയാണ് നഷ്ടമായതെന്ന് നടൻ മോഹൻലാൽ. കഴിഞ്ഞ ഇത്രയോ വർഷത്തെ ജീവിതത്തിൽ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു കൊളീഗ്, ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ല, അതിൽ കൂടുതൽ സൗഹൃദമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ കുറച്ച് പേരുണ്ടാവുമല്ലോ. ഒരാളായിരുന്നു ശ്രീനിവാസൻ. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഒരാൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സങ്കടം തന്നെയാണ്. ഇനി ഇതുപോലൊരു കലാകാരനെ മലയാളത്തിന് ലഭിക്കില്ലെന്നായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം. എഴുത്തുകാരന്റെ വലിയൊരു മനസ്സിന്റെ ഒരു കഴിവും ആഴവും വ്യക്തമാക്കുന്നത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ്. ശ്രീനിവാസന്റെ ആരോഗ്യമില്ലായ്മ തന്നെ വലിയൊരു നഷ്ടമായിരുന്നു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്റെ സഹപാഠിയുടെ വിയോഗത്തിൽ നടൻ രജനീകാന്തും അനുസ്മരിച്ചു. It is shocking to know that my good friend Srinivasan is no more. He was my classmate in Film Institute. Excellent actor and a very good human being. Let his soul rest in peace. ശ്രീനിവാസനോടൊപ്പമുള്ള നിമിഷങ്ങൾ എന്നും വിലപ്പെട്ടതാണെന്ന് മുകേഷ് MLAയും പ്രതികരിച്ചു. ഈ 43 കൊല്ലത്തിനകത്ത് വെച്ച് ഒരിക്കൽ പോലും ഒരു ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത ഒരു സുഹൃത്തായിരുന്നു. പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനായതുകൊണ്ട് ഇതെല്ലാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോയേനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കും. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ രംഗത്തെ പ്രമുഖർ കണ്ടനാട്ടെ വീട്ടിലെത്തി പ്രിയ സുഹൃത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. ശ്രീനിവാസന്റെ വിയോഗം സിനിമാ മേഖലയ്ക്ക് കനത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കാലത്തിന് മുന്നേ നടന്ന കലാകാരനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വലിയ നഷ്ടമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അനുസ്മരിച്ചു. ശ്രീനിവാസന്റെ വിയോഗം സിനിമാ ലോകത്തിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു. സത്യത്തിൽ എത്ര കാലത്തിൻ്റെ മുൻപേ നടന്ന ആളാണ് അദ്ദേഹം. സരസമായ വാക്കുകളിലൂടെ, സംഭാഷണങ്ങളിലൂടെ ഒരുപാട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. മലയാളം ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത, കേരളത്തിൽ ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത ദേശീയ നിലവാരമുള്ള ഒരു വലിയ ചലച്ചിത്രകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകളാണ്. സിനിമാ മേഖലയിൽ സർവതല സ്പർശിയായ രീതിയിലുള്ള തൻ്റെ കഴിവ്, ശേഷി പ്രകടിപ്പിച്ച മഹാനായ ഒരു കലാകാരനെയാണ് അദ്ദേഹം. നല്ല നടനാണ്, നല്ല തിരക്കഥാകൃത്താണ്, നല്ല സംവിധായകനാണ്, നല്ല വിമർശകനാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതം കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കും ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വടക്ക് നോക്കി യന്ത്രവും, ചിന്താവിഷ്ടയ ശ്യാമളയൊക്കെ നമുക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല സിനിമകളായിട്ട് ഓർമ്മിക്കുകയാണ്. ഹാസ്യ കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള കഥാപാത്രങ്ങളെയും ഒരുമിച്ച് അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബോധപൂർവമല്ലെങ്കിലും ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയെ ദുബായിലെ ഹോട്ടൽ മുറിയിൽ കുടുക്കിയിട്ട ഓർമ്മ പങ്കുവയ്ക്കുകയാണ് ഗൾഫിലെ നിർമ്മാതാവും സാമൂഹിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി. പ്രവാസികളുടെ കഥ പറയുന്ന പത്തേമാരിയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഹാഷിഖിന് ഈ അബദ്ധം സംഭവിച്ചത്. പത്തേമാരിയുടെ ഷൂട്ടിംഗ് കാലത്ത് ശ്രീനിവാസന്റെ സന്തത സഹചാരിയായിരുന്നു സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയായ അഡ്വക്കേറ്റ് ഹാഷിഖ്. ദുബൈയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഫുജൈറയിലെ ഷെഡ്യൂളിന് കൂടെ കൂട്ടാൻ എത്താമെന്ന് ശ്രീനിവാസനോട് ഏറ്റിരുന്നു. പക്ഷേ വരാമെന്നേറ്റ സമയത്ത് നിർമ്മാതാവ് ഉറങ്ങിപ്പോയി. ഇതിനിടെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞതിനാൽ ശ്രീനിവാസൻ ദുബൈയിലെ ഹോട്ടൽ മുറിയിൽ കുടുങ്ങിയ അവസ്ഥയിലായി.
അന്ന് ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. 3 മണിക്കൂറുകൾ ശേഷം 5 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് എത്തുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ റൂമിൻ്റെ ടൈം കഴിഞ്ഞതിനാൽ ഫോൺ ചെയ്യാനോ അവിടെയുള്ള ഫാനോ മറ്റ് AC യോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെ അദ്ദേഹം അവിടെ കുടുങ്ങിയൊരവസ്ഥയായിപ്പോയി. അത് മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും ഞാൻ അവിടെ പോയപ്പോൾ അദ്ദേഹം നല്ല ചൂടായിരുന്നു. എൻ്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെട്ടു. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. മെല്ലെ ഒന്ന് തണുപ്പിച്ച് പറഞ്ഞു ശ്രീനിയേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ തന്നെ ഈ കാര്യം ഏറ്റെടുത്തത്. അവസാനം വണ്ടിയിൽ കയറി ഒരു 20 മിനിറ്റോളം അദ്ദേഹം സംസാരിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു ശ്രീനിയേട്ടൻ ഞങ്ങൾ ഒരു 1.25 മണിക്കൂറോളം എത്താനുണ്ട്, നിങ്ങളിങ്ങനെ മസിൽ പിടിച്ചിരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചിരിച്ചു. അത് കഴിഞ്ഞ് ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വിവിധ കഥാപാത്രങ്ങളിലൂടെ ഗൾഫ് ജീവിതത്തെ തിരശ്ശീലയിലെത്തിച്ച പ്രതിഭ കൂടിയാണ് ശ്രീനിവാസനിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. ക്യൂബ മുകുന്ദനും ഗദ്ദാമയിലെ റസാഖും പത്തേമാരിയിലെ മൊയ്തീനും എന്നുള്ള കഥാപാത്രത്തിലൂടെ നമ്മളിൽ ഒരാളായ, പ്രവാസികളിൽ ഒരാളായ ഒരു വലിയ കലാകാരനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. യാസർ അറഫാത്തിനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. പാലക്കാട് മണ്ണാർക്കാട് പാലക്കയത്ത് പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. പാലക്കയം വാക്കോട് പ്രദേശത്തുള്ള റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, പുലി കൂട്ടിലായ സന്തോഷത്തിലും സമാധാനത്തിലുമാണോ നാട്ടുകാർ? നാട്ടുകാർക്ക് വലിയ ആശ്വാസമുണ്ടാകുന്ന വാർത്ത കൂടിയാണ് ഇത്. ഈ പാലക്കയം വാക്കോട് ഭാഗത്ത് കഴിഞ്ഞ മാസം പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. വനംവകുപ്പ് തന്നെ സ്ഥിരീകരിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ദിവസമായും പുലിയെ പിടികൂടാൻ സാധിക്കാത്തത് വലിയ ആശങ്കയാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയത്. അതിനിടെയാണ് ഇന്ന് രാത്രി 9:40 കൂട്ടിൽ പുലി കുടുങ്ങിയിട്ടുള്ളത്. ആളുകൾക്ക് വലിയ സമാധാനം കൂടെ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും പുലിയെ ഇന്ന് രാത്രി തന്നെ റേഞ്ച് ഓഫീസിലേക്ക് മാറ്റുമെന്നുള്ളതാണ് അറിയിച്ചത്. നാളെ ആരോഗ്യനില ഉൾപ്പെടെ പരിശോധിക്കും. അതിനുശേഷം വനത്തിലേക്ക് തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ടി നന്ദഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. വെടിനിർത്തൽ 2ാം ഘട്ട ചർച്ചയ്ക്ക് മുന്നൊരുക്കമായി അമേരിക്കയിൽ ചർച്ച നടക്കാനിരിക്കെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ ലംഘനത്തിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ അമേരിക്ക തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. US ചർച്ചയ്ക്ക് മുന്നോടിയായി ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം നടത്തി. US-ൽ നടക്കുന്ന ചർച്ചയിൽ ഖത്തർ, തുർക്കി, ഈജിപ്ത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. വെടിനിർത്തൽ 2 മാസം പിന്നിട്ടെങ്കിലും ഗസയിൽ പട്ടിണിയും ദുരിതങ്ങളും തീവ്രമായി തന്നെ തുടരുകയാണെന്ന് വിവിധ UN ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. യുനിസെഫ് ഉൾപ്പെടെ 5 UN ഏജൻസികളാണ് ഗസയിലെ ജനങ്ങൾ നേരിടുന്ന പട്ടിണിയുടെ വ്യാപ്തി സംബന്ധിച്ച ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടത്. വിവരങ്ങൾ നൽകാനായി MCA നാസർ ചേരുകയാണ്. MCA, 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിലേക്ക് കടക്കുമ്പോഴാണ് ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു. അതിൽ 6 പേർ കൊല്ലപ്പെടുന്നു. ആ ചർച്ചയെ തന്നെ വഴിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നീങ്ങുകയാണോ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഈ 2 വർഷത്തിലെ ഏറെ നീണ്ട യുദ്ധത്തിനൊടുവിലാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഒക്ടോബർ 10 ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നുവെങ്കിൽ പോലും ഈ നിരന്തരമായിട്ടുള്ള ഈ വെടിനിർത്തൽ ലംഘനം തന്നെയാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഗസ സിറ്റിക്ക് നേരെ ആക്രമണം നടക്കുകയും ഒരു കുഞ്ഞുൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ കൃത്യമാണ്. കാരണം ഈ ഒരു വെടിനിർത്തലും ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഗസ ഈ മേഖലയിലും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതിന്റെ തുടർച്ച എന്നതിലൊക്കെയാണ് ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഗസയിലേക്കുള്ള സഹായ വസ്തുക്കൾ വിലക്കുന്ന ഒരു സാഹചര്യം അതും ഒരേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും നടക്കുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് തങ്ങൾക്ക് വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നതും അതിന്റെ ഭാഗമായിക്കൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് മിയാമിയിൽ ചർച്ച നടത്താനുള്ള ഒരു തീർപ്പിൽ അമേരിക്കൻ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്.
പ്രതീക്ഷിക്കുന്നു. എന്തായാലും മിയാമിയിൽ നടക്കാൻ പോകുന്ന ചർച്ച ഏത് ദിശയിലായിരിക്കും, എന്തൊക്കെയായിരിക്കും ആ ചർച്ചയിൽ ഉരുത്തിരിയാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം ഇനിയും അമേരിക്കയുടെയോ മധ്യസ്ഥ രാജ്യങ്ങളുടെയോ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. എന്തായാലും ആ ചർച്ചയ്ക്ക് വേണ്ടി തുർക്കിയും ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും, ഈ 3 മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും അതിൽ പങ്കെടുക്കുമെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും വിദേശകാര്യ മന്ത്രിമാരുമായിരിക്കും മിയാമി ചർച്ചയിൽ പങ്കെടുക്കുക. ദിവ്യ, എന്തായാലും 2ാം ഘട്ട ചർച്ചയ്ക്ക് മുന്നൊരുക്കമായി അമേരിക്കയിൽ മിയാമിയിൽ ചർച്ച നടക്കാനിരിക്കുകയാണ്. ശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വെടിനിർത്തൽ 2 മാസം പിന്നിടുമ്പോഴും ഗസയിലെ ജനങ്ങളുടെ ദുരിതത്തിന് യാതൊരു അവധിയും ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗസയിൽ ശൈത്യകാല ബുദ്ധിമുട്ടുകളും ഭക്ഷ്യപ്രതിസന്ധിയും രൂക്ഷമായ സാഹചര്യത്തിൽ നാമ ചാരിറ്റി കുവൈറ്റ് 1000-ലധികം പച്ചക്കറി കൊട്ടകൾ വിതരണം ചെയ്തു. ഏറ്റവും ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളെയാണ് സഹായത്തിനായി തെരഞ്ഞെടുത്തത്. പോഷകാഹാരക്കുറവും ശൈത്യകാല രോഗങ്ങളും തടയാൻ ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഗസയിലെ അടിയന്തര മാനുഷിക ആവശ്യങ്ങൾക്ക് വേഗത്തിലും സുതാര്യമായും പ്രതികരിക്കുമെന്ന് നാമ ചാരിറ്റി അറിയിച്ചു. സൗദിയിലെ റിയാദ് സീസണുമായി ബന്ധപ്പെട്ട് സുവൈദി പാർക്കിൽ അരങ്ങേറുന്ന പരിപാടികൾക്ക് ഇന്ന് അവസാനമാകും. ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികളാണ് അരങ്ങേറിയത്. 49 ദിവസം നീണ്ടുനിന്നതായിരുന്നു പരിപാടികൾ. വിവരങ്ങളുമായി റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് ചേരുന്നത്. മിഷാൽ, എത്രത്തോളം വിപുലമായ പരിപാടികൾ, ആഘോഷ പരിപാടികളൊക്കെയായിരുന്നു അവിടെ അരങ്ങേറിയത്? ദിവ്യ, റിയാദ് സീസണുമായി ബന്ധപ്പെട്ട് സുവൈദി പാർക്കിൽ അരങ്ങേറിയ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമാകുന്നത്. വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികളായിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. നവംബർ 2-നായിരുന്നു സുവൈദി പാർക്കിലെ റിയാദ് സീസണുമായി ബന്ധപ്പെട്ട ഈ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികൾക്കും തുടക്കമായത്. 49 ദിവസം ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഫെസ്റ്റോടെയായിരുന്നു തുടക്കം. 8 ദിവസമാണ് ഇന്ത്യൻ ഫെസ്റ്റ് തുടർന്നത്. വലിയ രീതിയിലുള്ള കലകളുടെ ഒരു സമ്മേളനം തന്നെയായിരുന്നു ഇന്ത്യൻ ഫെസ്റ്റിൽ കൊണ്ടുവന്നത്. കേരള കലകളടക്കം ഉൾപ്പെട്ടതായിരുന്നു ഇന്ത്യൻ ഫെസ്റ്റ്. അതോടൊപ്പം തന്നെ കേന്ദ്ര ടൂറിസം മിനിസ്റ്റർ അടക്കം അതിഥിയായും എത്തിയത് വലിയ വാർത്തയായിരുന്നു. 11 രാജ്യങ്ങളാണ് ഈ ഒരു സുവൈദി പാർക്കിൽ അരങ്ങേറുന്ന ഈ സാംസ്കാരിക പരിപാടികൾ ഇത്തവണ പങ്കെടുത്തിട്ടുള്ളത്. ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേകം പരേഡുകൾ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും ഓരോ നിശ്ചിത ദിവസവും നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 8 ദിവസമാണ് ഇന്ത്യൻ ഫെസ്റ്റിന് അനുവദിച്ചിരുന്നത്. ആ ഓരോ ദിവസവും ഈ ഒരു പരേഡോടെ ആയിരിക്കും ഓരോ രാജ്യത്തിൻ്റെയും ഫെസ്റ്റ് ആരംഭിക്കുക. ഈ ഒരു സുവൈദി പാർക്കിൽ അരങ്ങേറിയ ഈ സാംസ്കാരിക പരിപാടിയിൽ ഏറ്റവും ആകർഷണീയമായ ഒരു പരിപാടികളിൽ ഒന്നായിരുന്നു ഇത്തരത്തിലുള്ള പരേഡ്. ഇത്തരത്തിലുള്ള പരേഡുകളിൽ ആ രാജ്യത്തെ തനത് കലകളും നൃത്തരൂപങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പരേഡ് സംവിധാനിച്ചിരുന്നത്. നിലവിൽ ഇന്ന് ഈ ഒരു സുവൈദി പാർക്കിലെ പരിപാടികൾ അവസാനിക്കുമ്പോൾ സുഡാൻ ഫെസ്റ്റോടെയാണ് അവസാനിക്കുന്നത്. അതായത് അവസാന ദിവസം സുഡാൻ ഫെസ്റ്റാണ്. ഇന്ന് ഈ സുഡാൻ ഫെസ്റ്റ് അവസാനിക്കുന്നതോടെ ഈ ഒരു സുവൈദി പാർക്കിലെ പരിപാടികൾക്കും വിരാമമാകും. എത്യോപ്യ അതോടൊപ്പം യുഗാണ്ട, ഈ 2 രാജ്യങ്ങളായിരുന്നു ഇത്തവണത്തെ അതിഥി രാജ്യമായി എത്തിയത്. മിനിസ്ട്രി ഓഫ് മീഡിയ അതോടൊപ്പം തന്നെ ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി, സൗദിയിലെ ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി, ഈ 2 ഇത്തരത്തിലുള്ള അതോറിറ്റികളുടെ സഹകരണത്തോടെയാണ് ഇത്തവണത്തെ സുവൈദി പാർക്കിലെ ഈ ഒരു പരിപാടികൾ സംവിധാനിച്ചിരുന്നത്. ഈ സൗദിയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അതോടൊപ്പം തന്നെ വിദേശികളെ കൂടുതലായി ഈ രാജ്യത്തേക്ക് എത്തിക്കുക, വിദേശ നിക്ഷേപം കൂടുതലാക്കുക തുടങ്ങിയ ഇത്തരത്തിലുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സൗദി അറേബ്യ ഇത്തരം പരിപാടികൾക്ക് മുൻകൈ എടുക്കുന്നത്. ഈ ഒരു പരിപാടി, അതായത് ഇന്നത്തെ സുവൈദി പാർക്കിൽ അരങ്ങേറുന്ന ഈ ഒരു പരിപാടി അവസാനിച്ചാലും റിയാദ് സീസണുമായി ബന്ധപ്പെട്ട പരിപാടികൾ, റിയാദ് സൂ, അതോടൊപ്പം തന്നെ ബുളൈവാർഡ് സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഒരു റിയാദ് സീസണിൻ്റെ പരിപാടികൾ തുടരും. കഴിഞ്ഞ 49 ദിവസങ്ങളിലായി ഈ ഒരു സുവൈദി പാർക്ക് സാക്ഷിയായത് വിവിധ രാജ്യങ്ങളുടെ ഒരേ മനസ്സോടെയുള്ള ആഘോഷ പരിപാടികൾക്കായിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ ആഘോഷ പരിപാടികൾക്ക് വിരാമമാകുന്നതോടെ സുവൈദി പാർക്ക് പഴയപടി പോലെ നിശബ്ദമാകും.
ശരി. സൗദിയിലെ റിയാദ് സീസണുമായി ബന്ധപ്പെട്ട സുവൈദി പാർക്കിൽ നടന്നു വന്നിരുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് അവസാനമാകുന്നത്. വിശദാംശങ്ങളാണ് മിഷാൽ ചെറുപ്പുളശ്ശേരി നൽകിയത്. ബഹ്റൈനിൽ പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് നടപടികളിൽ മാറ്റത്തിന് ശുപാർശ. വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിന് മുൻപ് വിദ്യാഭ്യാസ യോഗ്യതകൾ കർശനമായി പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. നിർദ്ദേശം പാർലമെന്റ് ചർച്ച ചെയ്യും. ബഹ്റൈനിൽ ജോലി തേടിയെത്തുന്ന പ്രവാസി തൊഴിലാളികളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിന് മുൻപ് തന്നെ കർശനമായി പരിശോധിക്കണമെന്ന ശുപാർശയുമായി പാർലമെന്റ് അംഗങ്ങൾ. ഇതു സംബന്ധിച്ച നിർദ്ദേശം അടുത്ത ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യും. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയും സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്ന മറ്റ് ഔദ്യോഗിക സ്ഥാപനങ്ങളും തമ്മിൽ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കണമെന്നതാണ് ശുപാർശയിലെ പ്രധാന ആവശ്യം. വ്യാജരേഖകൾ ഉപയോഗിച്ച് രാജ്യത്ത് ജോലി നേടുന്നത് തടയാൻ ഇത് സഹായിക്കുമെന്ന് നിർദ്ദേശം സമർപ്പിച്ച MP ജലാൽ ഖാദിം വ്യക്തമാക്കി. എല്ലാ പ്രൊഫഷണൽ മേഖലകളിലും ഇത്തരം കർശനമായ നിരീക്ഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രവാസി തൊഴിലാളികളുടെ എണ്ണം പൊതു സ്വകാര്യ മേഖലകളിൽ വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്ത് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് സർവീസ് കമ്മിറ്റിയും അഭിപ്രായപ്പെട്ടു. തന്ത്രപ്രധാനമായ തസ്തികകളിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി ആരും എത്തുന്നില്ലെന്ന് ഉറപ്പാക്കുന്നത് പൊതു താൽപര്യത്തിന് അത്യാവശ്യമാണെന്നതാണ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. പുതിയ നിർദ്ദേശത്തോട് സമ്മിശ്ര പ്രതികരണമാണ് വിവിധ സംഘടനകളിൽ നിന്ന് ഉണ്ടാകുന്നത്. ട്രേഡ് യൂണിയനുകൾ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഉറപ്പാക്കുന്നത് തൊഴിലുടമകൾ വഞ്ചിക്കപ്പെടാതിരിക്കാനും യോഗ്യരായ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കാനും സഹായകമാകുമെന്ന് യൂണിയനുകൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ പ്രൊഫഷണൽ തസ്തികകളിൽ കൃത്യമായ പരിശോധന നടക്കുന്നുണ്ടെന്നും പുതിയ മാറ്റം അനാവശ്യമായ കാലതാമസത്തിനിടയാക്കുമെന്നുമാണ് ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാദം. എങ്കിലും പൊതുതാൽപര്യം മുൻനിർത്തി ഈ നിയമ ഭേദഗതിയുമായി മുന്നോട്ടു പോകാനാണ് സർവീസ് കമ്മിറ്റിയുടെ തീരുമാനം. മീഡിയ 1 ബഹ്റൈൻ. ബഹ്റൈനിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനും ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുമുള്ള പുതിയ നിയമ ഭേദഗതി ഞായറാഴ്ച ഷൂറ കൌൺസിൽ ചർച്ച ചെയ്യും. 1998 നിയമത്തിൽ പുതുതായി കൊണ്ടുവരുന്ന 36 അനുച്ഛേദങ്ങളുള്ളതാണ് ഭേദഗതി. നിയമം നടപ്പിലായാൽ രാജ്യത്തെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരിഷ്കാരമായി ഇത് മാറും. കേരളത്തിൽ പിടിയിലായ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ ബഹ്റൈൻ പാർലമെന്റിലും ചർച്ചയാകുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ വിശ്വാസ്യതയെ ചൊല്ലി ബഹ്റൈനിലും ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളുടെ ആധികാരികത പരിശോധിക്കാനായി പ്രത്യേക സർക്കാർ സമിതി രൂപീകരിക്കണമെന്നും MP-മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകാർക്ക് പൂട്ടിടാൻ പോകുന്നത് എന്നത്. അഖില ജി മോഹൻ വിശദീകരിക്കും. അഖില, എന്തൊക്കെ നിയന്ത്രണങ്ങൾ, പരിശോധനകൾ ഏതൊക്കെ രീതിയിലായിരിക്കും അവിടെ? ദിവ്യ, കേരളത്തിലെ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ബഹ്റൈൻ കടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ബഹ്റൈന്റെ പുതിയ തീരുമാനമെന്ന് നമുക്ക് നോക്കാം. വ്യാജ സർട്ടിഫിക്കറ്റുകാർക്ക് പൂട്ടിടാനാണ് ബഹ്റൈൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരുടെ ബിരുദം ഉൾപ്പെടെ ഇതിൽ സൂക്ഷ്മമായി പരിശോധിക്കാനാണ് ബഹ്റൈന്റെ തീരുമാനം. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി തേടുന്നത് തടയണമെന്ന് MP-മാർ ആവശ്യപ്പെട്ടു. നടപടി കേരളത്തിലെ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ബഹ്റൈൻ പാർലമെന്റിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അക്കാദമിക് യോഗ്യതയുടെ ആധികാരികത പരിശോധിക്കാനും തീരുമാനം. പരിശോധനയ്ക്കായി പ്രത്യേക സർക്കാർ സമിതി രൂപീകരിക്കണമെന്നും അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെയും ബഹ്റൈനിലെയും ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിച്ചായിരിക്കും പ്രവർത്തനം. വ്യാജരേഖ സമർപ്പിച്ച് ജോലി നേടുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും തീരുമാനമായി. അടിയന്തര പ്രമേയം അടുത്ത സമ്മേളനത്തിൽ ചർച്ചയാകും. വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ കേരള പോലീസിന്റെ പിടിയിലായത് ഈ മാസം ആദ്യത്തിലാണ്. ഇതാണ് ഈ വിഷയത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. 22 സർവകലാശാലകളുടെ 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി. 22 സർവകലാശാലകളുടെ 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെത്തിയത്. 10 ലക്ഷത്തിലധികം പേർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ചെയ്തതായാണ് നിലവിലുള്ള സംശയം. ദിവ്യ, ഒമാൻ ശക്തമായ തണുപ്പിലേക്ക് നീങ്ങുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാജ്യത്ത് ഔദ്യോഗിക ശീതകാലത്തിന് നാളെ തുടക്കമാകുമെന്നും CAA പറയുന്നു. ഇതോടെ മിക്ക ഗവർണറേറ്റുകളിലും താപനില 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകും. നാളെ ഒമാനിൽ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും ഏറ്റവും ചെറിയ പകലുമായിരിക്കും. ജ്യോതിശാസ്ത്രമനുസരിച്ച് ഒമാനിൽ നാളെ ഔദ്യോഗിക ശീതകാലത്തിന് തുടക്കമാകും. 88 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇത്തവണത്തെ ശീതകാലം. നാളെ ഒമാനിൽ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും
ഏറ്റവും ചെറിയ പകലും ഉണ്ടാകുന്ന ദിവസമാണ്. സൂര്യൻ 6:44 ഉദിക്കുകയും 5:25 അസ്തമിക്കുകയും ചെയ്യും. മൊത്തം പകലിൻ്റെ ദൈർഘ്യം 10 മണിക്കൂറും 41 മിനിറ്റുമായിരിക്കും. ഒമാനിൽ പല ഗവർണറുകളിലും നാളെ മുതൽ കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസിന് താഴെയാകാനാണ് സാധ്യതയെന്ന് CA പറയുന്നുണ്ട്. കസബിൽ 16 ഡിഗ്രി സെൽഷ്യസും മസ്കത്തിൽ 18 ഡിഗ്രിയും ദുക്കമിൽ 15 ഡിഗ്രിയും സലാലയിൽ 18 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് താപനില പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുസന്തം ഗവർണറിലെ ചില തീരപ്രദേശങ്ങളിൽ ഇന്നും നേരിയ മഴ പെയ്തിരുന്നു. മേഘങ്ങളുടെ ഒഴുക്ക് തുടരുമെന്നും മസ്കത്ത് ഗവർണറിന്റെ ചില ഭാഗങ്ങളിലും നോർത്ത് സൗത്ത് ഷർക്കിയകൾ, ബാത്തിന, ദോഫാർ, മുസന്തം ഗവർണറുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. മീഡിയ 1 മസ്കത്ത്. ശക്തമായ മഴയ്ക്ക് പിന്നാലെ സൗദി അതിശൈത്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നേരിടുക ഏറ്റവും കടുത്ത തണുപ്പായിരിക്കും. കാലാവസ്ഥ മാറിയതോടെ സജീവമായിരിക്കുകയാണ് റിയാദിലെ സാധാരണ മാർക്കറ്റുകൾ. ജാക്കറ്റുകൾക്കും ബ്ലാങ്കറ്റുകൾക്കുമാണ് ആവശ്യക്കാർ ഏറെയും. വിശാൽ ചെറുപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. കനത്ത മഴക്കും ശീതക്കാറ്റിനുമൊപ്പം റിയാദ് നഗരവും തണുത്തിരിക്കുകയാണ്. തണുപ്പേറിയതോടെ സജീവമായിരിക്കുകയാണ് ബത്ഹയിലെ മാർക്കറ്റുകൾ. മലയാളികൾ ഏറെയുള്ള ബത്ഹയിലെ കേരള മാർക്കറ്റിലെ തണുത്ത ദൃശ്യങ്ങളും വിശേഷങ്ങളുമാണ് ഇന്ന്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ മഴയ്ക്ക് പിന്നാലെ അതിശൈത്യം സൗദിയിലേക്ക് പ്രവേശിച്ചു. ശക്തമായ തണുപ്പാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. സൗദിയിലെ ഹായിൽ പ്രവിശ്യ, തബൂക്ക് പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങൾ, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം കനത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെട്ടിട്ടുണ്ട്. ശീതക്കാറ്റിനൊപ്പം റിയാദിലും തണുപ്പെത്തിയിരിക്കുകയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇവിടങ്ങളിൽ. അതിശക്തമായ തണുപ്പ് നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ഡിഗ്രി വരെ താപനില താഴ്ന്നിരുന്നു. തണുപ്പേറിയതോടെ ശൈത്യത്തെ പ്രതിരോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രവാസികളായ മലയാളികളടക്കം. തണുപ്പ് നേരത്തെ എത്തിയത് ആഘോഷിക്കുന്നവരും കുറവല്ല. തണുപ്പ് കടുത്തതോടെ ശൈത്യത്തെ പ്രതിരോധിക്കാനുള്ള ഉൽപ്പന്നങ്ങളുമായി മാർക്കറ്റുകളും സജീവമായി. വിവിധ തരത്തിലുള്ള ജാക്കറ്റുകൾ, കമ്പിളിപ്പുതപ്പുകൾ തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാരേറെ. 15 റിയാൽ മുതലാണ് ജാക്കറ്റുകളുടെ നിലവിലെ വില. തണുപ്പ് അൽഹംദുലില്ലാ നമുക്ക് പോയി പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു 2-3 ദിവസം ഒരാഴ്ചയായിട്ട് നല്ല കച്ചവടമാണ്. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നിപ്പോൾ ശരിക്കും ടൈമില്ല, കസ്റ്റമർ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാം ഉഷാറാണ്, അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കേരള മാർക്കറ്റിൽ ഇപ്പോൾ വരുന്ന ഇന്ത്യക്കാരും പാകിസ്ഥാനികളൊക്കെ വരുന്നത് മലയാളീസിന് നമ്മളെ പ്രതീക്ഷിച്ച് വരുന്ന കസ്റ്റമറാണ് കൂടുതൽ. ബത്ഹയിൽ മലയാളികൾ നിറയുന്ന മാർക്കറ്റാണ് കേരള മാർക്കറ്റ്. അതിസാധാരണക്കാരുടെ കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെയാണ്. വിവിധ ഉൽപ്പന്നങ്ങളുടെ കച്ചവടവുമായി സജീവമാണ് ഇവിടെ മലയാളി വ്യാപാരികളും. ഇവരെ മാത്രം തിരഞ്ഞെത്തുന്ന അന്യദേശക്കാരാണ് ഉപഭോക്താക്കളിൽ ഏറെയും. തണുപ്പ് ഇന്നലെയൊക്കെ നല്ല ഭയങ്കര സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അടിപൊളി തണുപ്പായിരുന്നു. ഓവർകോട്ട്, പിന്നെ മങ്ക ഡ്രസ്സ്, അങ്ങനെയുള്ള ഷാള്, പിന്നെ ക്യാപ്പ്, മങ്ക ക്യാപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് മുഹമ്മദിയാണ് വരുന്നത്. ഞങ്ങൾക്ക് പറയുന്ന ചേട്ടൻ്റെ കടയാണ്. പിന്നെ വാങ്ങിക്കണതിനനുസരിച്ച് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും ഉണ്ട്, വിലക്കുറവിന് ഐറ്റംസ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, അതെ, ഡിസ്കൗണ്ടും ഉണ്ട്. തണുപ്പ് കടുത്തതോടെ കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇവിടങ്ങളിൽ. ജാക്കറ്റിനും ബ്ലാങ്കറ്റിനും പുറമെ ഷൂസുകൾക്കും ആവശ്യക്കാരുണ്ട്. തണുപ്പ് ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല തണുപ്പാണ്, നല്ല അടിപൊളി തണുപ്പാണ്. സാധാരണ എത്ര തണുപ്പ് ഉണ്ടാവില്ല സ്റ്റാർട്ടിങ് വരുമ്പോൾ. ഈ മഴ ഇതിൻ്റെ ശേഷം നല്ല തണുപ്പാണ്. എല്ലാം ഉണ്ട്. ഇപ്പോൾ ഷർട്ടുണ്ട്, കോട്ടുണ്ട്, തൊപ്പിയുണ്ട്. മൊത്തത്തിൽ രാവിലെ മുതൽ ഇപ്പോൾ സാധാരണ ഉച്ചയ്ക്ക് കുറച്ച് ചൂടുണ്ടാവലുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല. 2 ദിവസമായിട്ട് തണുപ്പ് തന്നെയാണ്, ഉച്ചക്കൊക്കെ തണുപ്പ് തന്നെയാണ്. കാലാവസ്ഥ നിലവിൽ കൂടുതൽ തണുപ്പിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്ത് വിനോദസഞ്ചാര മേഖല കൂടി സജീവമാകുന്ന സമയം കൂടിയാണിത്. ഈ സമയം യാത്ര ചെയ്യുന്നവരും ഏറെയാണ്. അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് മഞ്ഞു വീഴുന്ന പ്രദേശങ്ങളിൽ പോലീസും സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം അടുത്ത 3 മാസം വരെ തണുപ്പ് തുടരും.
ഫെബ്രുവരി പകുതിയോടെയായിരിക്കും കടുത്ത തണുപ്പിന് ശമനമാവുക. ആരോഗ്യകരമായും സുരക്ഷിതവുമായും ഈ തണുപ്പുകാലം ആസ്വദിക്കാൻ മന്ത്രാലയങ്ങളുടെ പ്രത്യേക നിർദ്ദേശങ്ങളുമുണ്ട്. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1. ഷാർജയിൽ 2 പേർ ഷോക്കേറ്റ് മരിച്ചു. 2 പാകിസ്ഥാൻ സ്വദേശികളാണ് കനത്ത മഴയ്ക്കിടെ ഷോക്കേറ്റ് മരിച്ചത്. ഷാർജ വ്യവസായ മേഖലയിലാണ് അപകടം. മഴയെ തുടർന്ന് ഈ പ്രദേശത്ത് വൈദ്യുതി നിലച്ചിരുന്നു. ഇവരുടെ മരണം സംബന്ധിച്ച് ഷാർജ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ 1.6% വർധന. യാത്രക്കാരുടെ പട്ടികയിൽ ഇന്ത്യക്കാരാണ് ഒന്നാമത്. ടൂറിസം മേഖലയിൽ ഒമാൻ കൈവരിക്കുന്ന കുതിപ്പാണ് യാത്രക്കാരുടെ എണ്ണത്തിലും പ്രതിഫലിക്കുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ 5 മാസങ്ങളിൽ 2.5 ലക്ഷം ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് ഒമാൻ സന്ദർശിച്ചത്. 2025 ഒക്ടോബർ അവസാനം വരെ യാത്രക്കാരുടെ എണ്ണം 1.6% വർദ്ധിച്ചതായി NCSI പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. മൊത്തം യാത്രക്കാരുടെ എണ്ണം 1,23,53,007 ആയിട്ടുണ്ട്. 2024 ഇതേ കാലയളവിൽ 1,21,53,212 ആയിരുന്നു. മസ്കത്ത് വിമാനത്താവളം വഴിയാണ് കൂടുതൽ പേർ യാത്ര ചെയ്തത്. 1,08,33,646 യാത്രക്കാർ. ഒക്ടോബറിൽ മസ്കത്ത് വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ പട്ടികയിൽ ഇന്ത്യക്കാർ ഒന്നാമതെത്തിയെന്നും സ്ഥിതിവിവരക്കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 1,70,313 ഇന്ത്യക്കാർ. രണ്ടാമത് ഒമാനി പൗരന്മാരാണ്. ടൂറിസം മേഖലയിൽ ഒമാൻ കൈവരിക്കുന്ന കുതിപ്പ് കൂടിയാണ് യാത്രക്കാരുടെ എണ്ണത്തിലും പ്രതിഫലിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വിനോദസഞ്ചാരികൾ ആകർഷിക്കാൻ ഒമാൻ ഇന്ത്യയിൽ പ്രൊമോഷൻ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. ഈ വർഷത്തെ ആദ്യ 5 മാസങ്ങളിൽ ഒമാനിൽ 2,46,663 ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് എത്തിയത്. UAE പൗരന്മാർക്ക് ശേഷം ഒമാനിലെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ രണ്ടാമതാണ് ഇന്ത്യ. മീഡിയ 1, മസ്കത്ത്. റിയാദ് വിമാനത്താവളത്തിൽ താറുമാറായ വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചതായി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. 200-ലേറെ സർവീസുകളാണ് സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് വൈകിയത്. കണക്ഷൻ ഫ്ലൈറ്റുകളിൽ യാത്രയ്ക്കെത്തിയ നിരവധി മലയാളികളും ഇതോടെ കുടുങ്ങിയിരുന്നു. റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിച്ചതായി അതോറിറ്റിയാണ് അറിയിച്ചത്. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചതോടെ വിമാനങ്ങൾ സാധാരണ നിലയിൽ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. വിമാന സർവീസ് മുടങ്ങിയതിനും വൈകിയതിനും പല കാരണങ്ങളുണ്ടെങ്കിലും സാങ്കേതിക തടസ്സമാണ് പിന്നിലെന്ന് അതോറിറ്റി അറിയിച്ചു. ഇന്ത്യയിലേക്കുള്ളതടക്കം 200ഓളം വിമാനങ്ങളുടെ സർവീസാണ് വൈകിയത്. ചിലത് റദ്ദാക്കുകയും ചെയ്തു. മലയാളികളടക്കം നിരവധി പേർ ഇതോടെ വിമാനത്താവളത്തിൽ കുടുങ്ങി. ഇതിനു പുറമെ കണക്ഷൻ ഫ്ലൈറ്റിൽ യാത്ര പ്ലാൻ ചെയ്തവർക്ക് വിമാനങ്ങളും നഷ്ടമായി. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ വിമാനത്താവള അതോറിറ്റി ഖേദം പ്രകടിപ്പിച്ചു. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാരുടെ ബാഗേജുകൾ തിരികെ നൽകാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിയമങ്ങൾക്ക് അനുസൃതമായി യാത്രക്കാർക്ക് നഷ്ടപരിഹാരത്തിനും അർഹതയുണ്ടാകും. യാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും അധികൃതർ ഉറപ്പു നൽകി. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. വ്യാജ വിരലടയാളം രേഖപ്പെടുത്തിയ ജീവനക്കാർ കുവൈറ്റിൽ അറസ്റ്റിൽ. ഹാജർ സംവിധാനം കൃത്രിമമായി മറികടന്ന കേസിൽ ഒരു മന്ത്രാലയത്തിലെ 12 കുവൈറ്റി ജീവനക്കാരെയാണ് അധികൃതർ പിടികൂടിയത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ സുരക്ഷാ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നടപടി. 2 പ്രവാസികൾ സിലിക്കൺ വിരലടയാള പകർപ്പുകൾ ഉപയോഗിച്ച് ഹാജർ സമയം കൃത്രിമമായി രേഖപ്പെടുത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. പൊതുഫണ്ടുകൾക്കും ഭരണ സംവിധാനങ്ങൾക്കും നാശം വരുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഒമാൻ വിഷൻ 2040 ഡിജിറ്റൽ ഹെൽത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിച്ച ഒമാനിലെ മുൻനിര ഫാർമസി ശൃംഖലയായ അവിസൻ ഗ്രൂപ്പ്. ആരോഗ്യ നയനിർമ്മാണ മേഖലയിലെ പ്രമുഖരെ അണിനിരത്തിയായിരുന്നു പരിപാടി. അവിസൻ ഗ്രൂപ്പിന്റെ വാർഷിക സ്റ്റാഫ് സംഗമമായ അവിസൻ കണക്റ്റിന്റെ ഭാഗമായാണ് പാനൽ ചർച്ച സംഘടിപ്പിച്ചത്. മസ്കത്തിലെ ഷാങ്ഗ്രില ബാറലിസിൽ നടന്ന പാനൽ ചർച്ചയിൽ ഖാലിദ് ബിൻ സയ്യിദ് ബിൻ സൈഫ് അൽ ഗറൂസി, ഹനാൻ ബിൻ സൈഫ് ബിൻ സുലൈമാൻ അൽമാനി, അബ്ദുൽ ഹക്കീം അൽ ബലൂഷി, അഹമ്മദ് അൽ സാൽമി, രാഹുൽ കടവക്കോട്ട്, സമീർ PT, നിസാർ എടുത്തും ജലീൽ തുടങ്ങി ഒമാനിലെ ആരോഗ്യ മേഖലയിലെയും നയനിർമ്മാണ മേഖലയിലെയും പ്രമുഖർ പങ്കാളികളായി. ഒമാൻ വിഷൻ 2040യുടെ ഭാഗമായിട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഗവൺമെൻറ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു ലീഡിംഗ് പാർട്ടിസിപ്പൻ്റ് എന്നുള്ള രീതിയിൽ അവിസൻ ഗ്രൂപ്പ് ഡിജിറ്റൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് കൊമേഴ്സ് ഒമാനിൽ തന്നെ ഫസ്റ്റ് ഫാർമസി ഓൺലൈൻ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഫർദർ ആയിട്ടുള്ള 2026 ഒരു വിഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു പാനൽ ഡിസ്കഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സുസ്ഥിരവും കാര്യക്ഷമവും ഉയർന്ന നിലവാരമുള്ളതുമായ ആരോഗ്യ സേവന ലക്ഷ്യങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കാമെന്നതിനെക്കുറിച്ച് സജീവമായ ചർച്ച നടന്നു. ഡിജിറ്റൽ പരിവർത്തനത്തിനും ഒമാന്റെ ആരോഗ്യരംഗത്തിന്റെ ഭാവി ശക്തിപ്പെടുത്തുന്നതിനും സർക്കാർ സ്ഥാപനങ്ങൾ, ആരോഗ്യ സേവനദാതാക്കൾ, സ്വകാര്യ മേഖലാ പങ്കാളികൾ എന്നിവർക്കിടയിലെ സഹകരണം നിർണായകമാണെന്ന് പാനൽ അംഗങ്ങൾ ഊന്നി പറഞ്ഞു. ഒമാനിലെ രണ്ടാമത്തെ വലിയ റീറ്റെയിൽ ഫാർമസി ശൃംഖലയായ അവിസൺ ആരോഗ്യ സേവനങ്ങൾ വീട്ടുപടികളിൽ എത്തിക്കുന്ന അവിസൺ ആപ്പ് അവതരിപ്പിച്ചിരുന്നു. മീഡിയ 1, മസ്കത്ത്. സൗദിയിലെ റിയാദ് മെട്രോയിൽ പുതിയ യാത്രാ പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ജനുവരി മുതലായിരിക്കും സീസൺ ടിക്കറ്റുകൾ ലഭ്യമാവുക. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സെമസ്റ്റർ ടിക്കറ്റുകൾ ഉൾപ്പെടുന്നതായിരിക്കും പുതിയ പ്ലാനുകൾ. അടുത്ത വർഷം ആദ്യം മുതലായിരിക്കും പാക്കേജുകൾ ലഭ്യമാവുക. മെട്രോ ഉൾപ്പെടുന്ന പൊതുഗതാഗത യാത്രകൾക്കാണ് പുതിയ യാത്രാ പാക്കേജുകൾ പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള സെമസ്റ്റർ ടിക്കറ്റ്, മുഴുവൻ യാത്രക്കാർക്കുള്ള വാർഷിക ടിക്കറ്റ് തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പുതിയ ടിക്കറ്റ് പ്ലാനുകൾ. തിരഞ്ഞെടുക്കുന്നവർക്ക് നിശ്ചിത നിരക്കിൽ അൺലിമിറ്റഡ് യാത്രയും സാധ്യമാകും. പൊതുഗതാഗതം സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് സമയവും പണവും ലാഭിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ഗതാഗത സംവിധാനത്തിന്റെ വികസനം, പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. റിയാദ് പൊതുഗതാഗത അതോറിറ്റിയുടേതാണ് തീരുമാനം. മിഷാൽ ചെറുപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈറ്റിലെ ഹോട്ടലുകൾക്ക് ക്രിസ്മസ് ട്രീ ഉൾപ്പെടെയുള്ള സീസണൽ അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കാൻ അനുമതിയുണ്ടെന്ന് കുവൈറ്റ് ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. ക്രിസ്മസ് അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഹോട്ടലുകളിൽ ഇടപെടരുതെന്ന് ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. മറ്റ് നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സാഹചര്യത്തിൽ സീസണൽ അലങ്കാരങ്ങൾ അനുവദനീയമാണെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. കുവൈറ്റ് സിറ്റിയിലെ അൽ സൂർ സ്ട്രീറ്റ് 3 ദിവസത്തേക്ക് പൂർണ്ണമായി അടച്ചിടുമെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കൾച്ചറൽ സെന്ററിന് സമീപമുള്ള സ്ട്രീറ്റിൽ നിന്ന് ഷെറാറ്റൺ റൗണ്ട് അബൌട്ട് വരെയുള്ള ഭാഗമാണ് അടച്ചിടുന്നത്. റോഡ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ടാണ് നടപടി. ദുബായിലെ മലയാളി കൂട്ടായ്മയായ MSSന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഗോൾഡൻ പുരസ്കാരം. സാമൂഹിക രംഗത്തെ പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് അവാർഡ്. ദുബായ് എമിറേറ്റ്സ് ടവേഴ്സിൽ നടന്ന ചടങ്ങിൽ പുരസ്കാരം കൈമാറി. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന 159 അംഗീകൃത കൂട്ടായ്മകളിൽ നിന്നാണ് മോഡൽ സർവീസ് സൊസൈറ്റിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ഇത്തവണ ഗോൾഡൻ അവാർഡ് നേടിയ ഏക ഇന്ത്യൻ കൂട്ടായ്മയും MSS ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സാമൂഹിക ശാക്തീകരണ പദ്ധതിയായ ഇദ്രയുടെ ഭാഗമായി കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയാണ് MSSനെ അവാർഡിന് തെരഞ്ഞെടുത്തത്. CDA ഡയറക്ടർ ജനറൽ ഹെസ്സ ബിൻത് ഈസാബ് ഹുമൈദിൽ നിന്ന് MSS ഭാരവാഹികളായ ഫയ്യാസ് അഹമ്മദ്, ഷജിൽ ഷൗക്കത്ത്, അബ്ദുൽ മുത്തലിബ്, നിസ്താർ PS എന്നിവർ ഗോൾഡൻ പുരസ്കാരവും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി. മീഡിയ 1, ദുബായ്. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിച്ച ഖിഫ് സൂപ്പർ കപ്പിൽ QRIFC ജേതാക്കളായി. കലാശ പോരാട്ടത്തിൽ ഗ്രാൻഡ് മോൾ FC മലപ്പുറത്തെയാണ് തൃശൂർ കീഴടക്കിയത്. ഖിഫിന്റെ 16ാം സീസണാണ് തിരശ്ശീല വീണത്. അൽ അഹ്ലി സ്റ്റേഡിയത്തിൽ സഡൻ ഡെത്ത് പെനാൽറ്റിയിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് തൃശൂരിന്റെ കിരീട നേട്ടം. തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയിൽ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും വേണ്ടത്ര താളം കണ്ടെത്താനായില്ല. എന്നാൽ പതിയെ ചൂടുപിടിച്ച രണ്ടാം പകുതിയുടെ 54ാം മിനിറ്റിൽ മലപ്പുറത്തെ ഞെട്ടിച്ച് തൃശൂർ ലീഡെടുത്തു. ഗോൾ തിരിച്ചടിക്കാനുള്ള മലപ്പുറത്തിന്റെ ശ്രമങ്ങൾ ഒടുവിൽ 78ാം മിനിറ്റിൽ ലക്ഷ്യം കണ്ടു. സ്കോർ 1-1. നിശ്ചിത സമയത്തും അധിക സമയത്തും ആരും വിജയഗോൾ കണ്ടെത്താത്ത സാഹചര്യത്തിൽ കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ഒടുവിൽ സഡൻ ഡെത്ത് പെനാൽറ്റിയിൽ തൃശൂരിന് വിജയ കിരീടം. കീഴടങ്ങിയെങ്കിലും മലപ്പുറത്തിന് വീരോചിതമടക്കം. തൃശൂർ ആരാധകരുടെ ആവേശപൂരം. ഈ കപ്പ് ഞങ്ങളിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് ആരാധകർ ആവേശ നൃത്തമാടി. ഒന്നര മാസം നീണ്ടുനിന്ന ടൂർണമെന്റിന്റെ സമാപന ചടങ്ങുകൾ ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലെ കമ്മ്യൂണിറ്റി പോലീസിംഗ് വിഭാഗം ഡയറക്ടർ ബ്രിഗേഡിയർ ഡോക്ടർ ഇബ്രാഹിം മുഹമ്മദ് റാഷിദ് അൽ സിമേഹ്, അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് കേണൽ തലാൽ മിനസർ അൽ മദൂരി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു. വിജയികൾക്ക് കിഫ് പ്രസിഡന്റ് ഷറഫ് പി ഹമീദ് ട്രോഫി സമ്മാനിച്ചു. ആരാധകർക്കായി ഒരുക്കിയ കലാപരിപാടികൾ കലാശപ്പോരിന് മാറ്റുകൂട്ടി.
മെസ്സി മുത്തമിട്ടിരിക്കുകയാണ്. അബ്ബാസ് മുഹമ്മദ് മീഡിയ. കുവൈറ്റ് പ്രവാസി മലയാളികൾക്കായി ഉത്സവ് 2K26 എന്ന പേരിൽ മെഗാ മ്യൂസിക്കൽ ഇവന്റ് സംഘടിപ്പിക്കുന്നു. കുവൈറ്റിലെ പ്രമുഖ ഇവന്റ് കമ്പനിയായ ഓസ്കാർ മീഡിയയാണ് പരിപാടി ഒരുക്കുന്നത്. മലയാളത്തിൽ ശ്രദ്ധ നേടിയ ഗൗരി ലക്ഷ്മി ലൈവും മസാല കോഫി ബാൻഡും ആദ്യമായി ഒരേ വേദിയിൽ അണിനിരക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 30-ലേറെ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രശസ്ത അവതാരകരായ കല്ലുവും മാത്തനും അവതാരകരാകും. ജനുവരി 16 അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. വൈകിട്ട് 5 മണി മുതലാണ് പരിപാടി ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 94439091 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും സംഘാടകർ അറിയിച്ചു. കുവൈറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റ് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ MP നിവേദനം നൽകി. നേരിട്ടുള്ള സർവീസുകൾ അനുവദിക്കാൻ വ്യോമയാന മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നതാണ് പ്രധാന ആവശ്യം. ഹ്രസ്വ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തിയ MP കുവൈറ്റ് KMCC സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലാണ് നിവേദനം കൈമാറിയത്. പ്രവാസികളടക്കമുള്ള യാത്രക്കാരുടെ സൌകര്യം കണക്കിലെടുത്താണ് നേരിട്ടുള്ള സർവീസ് ആവശ്യപ്പെടുന്നതെന്ന് KMCC അറിയിച്ചു. വിഷയത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് ഹാരിസ് ബീരാൻ MP ഉറപ്പു നൽകി. കോഴിക്കോട് ഡിസ്ട്രിക്ട് NRI അസോസിയേഷൻ കുവൈറ്റ് 2026 ഫെബ്രുവരി 13 നടക്കുന്ന മലബാർ മഹോത്സവത്തോടനുബന്ധിച്ച് കഥാരസം ചെറുകഥാ മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. കുവൈറ്റിലെ പ്രവാസികൾക്ക് പ്രായഭേദമന്യേ മത്സരത്തിൽ പങ്കെടുക്കാം. മലയാളത്തിൽ തയ്യാറാക്കുന്ന കഥകൾ PDF ഫോർമാറ്റിൽ 5 പേജിനകം സമർപ്പിക്കണം. എൻട്രികൾ ഇമെയിലൂടെയോ വാട്സ്ആപ്പ് വഴിയോ അയക്കാവുന്നതാണ്. കഥകൾ അയക്കേണ്ട അവസാന തീയതി 2026 ജനുവരി 25 വിജയികളെ മലബാർ മഹോത്സവ വേദിയിൽ ആദരിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒത്തൊരുമയുടെ സന്ദേശം പകർന്ന മാധ്യമം ഹാർമോണിയസ് കേരള വീണ്ടും കേരളത്തിൽ. ഗൾഫ് രാജ്യങ്ങളിൽ കേരളത്തിന്റെ ഉത്സവമായി മാറിയ ഹാർമോണിയസ് കേരള എന്ന പരിപാടിയാണ് സംസ്ഥാനത്ത് വീണ്ടും എത്തുന്നത്. കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന ബേക്കൽ ഫെസ്റ്റിൽ ഡിസംബർ 28 ബേക്കൽ ബീച്ച് പാർക്കിൽ മാധ്യമം ഹാർമോണിയസ് കേരള നടക്കുക. 2018 പ്രളയം പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോൾ പ്രവാസികളെ ചേർത്തുപിടിച്ചാണ് മാധ്യമം ഹാർമോണിയസ് കേരള എന്ന പ്രവാസ ലോകത്തിന്റെ കൂട്ടായ്മയുടെ ആഘോഷത്തിന് തുടക്കമാകുന്നത്. പിന്നീട് ഗൾഫ് നാടുകളിൽ വലിയ സ്വീകരണവും ലഭിച്ചു. വലിയ താരങ്ങൾ ഉൾപ്പെടെ ഹാർമോണിയസ് കേരളയുടെ വേദികളിലെത്തി. ഈ ആഘോഷം കടൽ കടന്ന് ഇനി കേരളത്തിലും എത്തുകയാണ്. കാസർഗോഡാണ് ഹാർമോണിയസ് കേരളയുടെ പുതിയ എഡിഷൻ നടക്കുക. സാംസ്കാരിക കേരളത്തിന്റെ ഒത്തുചേരൽ കൂടിയായിരിക്കും പരിപാടി. മലയാളത്തിലെ പ്രമുഖരായ കലാകാരന്മാരും വിവിധ മേഖലകളിലെ പ്രമുഖരും പരിപാടിയുടെ ഭാഗമാകും. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ബേക്കൽ ഫെസ്റ്റിൽ ഡിസംബർ 28 ഹാർമോണിയസ് കേരള നടക്കുക. ബേക്കൽ ബീച്ച് പാർക്കാണ് വേദി. മീഡിയ 1 കോഴിക്കോട്. ഹാക്കത്തോണിൽ 3 ലോക റെക്കോർഡുകൾ സ്വന്തമാക്കി സൗദി ആഭ്യന്തര മന്ത്രാലയം. റിയാദിൽ നടന്ന അബ്ഷിർ കോൺഫറൻസിലായിരുന്നു പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഇന്നൊവേഷൻ ഹാക്കത്തോൺ അടക്കമുള്ള നേട്ടങ്ങളാണ് കരസ്ഥമാക്കിയത്. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷിർ തുവേക് ഹാക്കത്തോണിലാണ് നേട്ടം. റിയാദിൽ നടന്ന അബ്ഷിർ കോൺഫറൻസിലായിരുന്നു പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ഇന്നോവേഷൻ ഹാക്കത്തോൺ, ഏറ്റവും വലിയ ഡിജിറ്റൽ സൊല്യൂഷൻസ് ഹാക്കത്തോൺ, ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്ത ആഗോള ഹാക്കത്തോൺ എന്നിവയിലാണ് നേട്ടം. സൗദി ആഭ്യന്തര മന്ത്രാലയം, തുവേക് അക്കാദമി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയായിരുന്നു പരിപാടി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 4000-ലധികം പേരും നിരവധി അന്താരാഷ്ട്ര കമ്പനികളും ഹാക്കത്തോണിൽ പങ്കാളികളായി. ഈ മാസം 11 റിയാദിൽ വെച്ചായിരുന്നു ഹാക്കത്തോൺ. മൊത്തം 10 ലക്ഷത്തിലധികം മൂല്യം വരുന്ന സമ്മാനങ്ങളായിരുന്നു നൽകിയത്. കോൺഫറൻസിനിടെ അബ്ഷിറിൽ 5 പുതിയ ഡിജിറ്റൽ സേവനങ്ങളുടെ സംരംഭവും മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സ്രാവുകളോടൊപ്പം കടലിൽ ഡൈവിംഗ് നടത്താനുള്ള ലൈസൻസ് സ്വന്തമാക്കി സൗദി അറേബ്യ. റെഡ് സീ പ്രദേശത്തെ റാസ് ഹതുബ റിസർവിനാണ് നേട്ടം. സമുദ്ര ടൂറിസം വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. രാജ്യം ഇതാദ്യമായാണ് ഇത്തരം വിനോദങ്ങൾക്കായി അനുമതി തേടുന്നത്. സൗദിയിൽ ആദ്യമായി ഷാർക്ക് ഡൈവിംഗ് നടത്താനുള്ള ലൈസൻസ് കരസ്ഥമാക്കി റാസ് ഹത്തുബ റിസർവ്. റെഡ് സീ പ്രദേശത്താണ് റിസർവ് പ്രവർത്തിക്കുന്നത്. സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്കായാണ് പുതിയ സംവിധാനം. സമുദ്രജീവികളോടൊപ്പം ഇടപഴകുക, സ്രാവുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണുക തുടങ്ങിയവ ഇതിലൂടെ സാധ്യമാകും. കൂടുകൾ പോലുള്ള സുരക്ഷിത വലയങ്ങൾ ഉപയോഗിച്ചായിരിക്കും ഡൈവിംഗ്.
സൗദി ഫെഡറേഷൻ ഫോർ മറൈൻ സ്പോർട്സ് ആൻഡ് ഡൈവിംഗുമായി സഹകരിച്ച് സൗദി വന്യജീവി വികസന കേന്ദ്രമാണ് ലൈസൻസ് അനുവദിച്ചത്. കടൽ ജീവജാലങ്ങളുടെ സംരക്ഷണം പൂർണ്ണമായും ഉറപ്പാക്കിയാവും പദ്ധതി നടപ്പാക്കുക. സമുദ്ര ടൂറിസം വികസിപ്പിക്കുക, ഗവേഷണ സാധ്യതകൾ വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഇറാഖ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സൗദിയുടെ വടക്കൻ അതിർത്തി മേഖലയിലെ വികസനങ്ങൾക്കായുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. 40 കോടി റിയാൽ മൂല്യം വരുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ നടപടികൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കമായി. വടക്കൻ അതിർത്തി മേഖലയിൽ 400 മില്യൺ റിയാലിന്റെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം മേഖലയിലെ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചു. ഭൂമി, സ്വത്ത് ഉടമസ്ഥാവകാശ രജിസ്ട്രേഷൻ, നിയമപരമായ വ്യക്തത, തട്ടിപ്പുകൾ ഒഴിവാക്കൽ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഫണ്ട് വിനിയോഗിക്കുക. മുനിസിപ്പൽ അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുപാർക്കുകളുടെ വികസനം, റോഡുകൾ, ഫുട്പാത്തുകൾ, തെരുവ് ലൈറ്റുകൾ തുടങ്ങിയവ നവീകരിക്കുക, ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്തുക, പൊതുസൗകര്യങ്ങളുടെ പരിപാലനം, നഗര സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കൽ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമാകും. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. യാംബു പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമായി താരലേലവും ട്രോഫി ലോഞ്ചിങ്ങും നടന്നു. യാംബു റാഡിസൺ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ക്ലബ്ബ് പ്രതിനിധികളും സ്പോൺസർമാരും പങ്കെടുത്തു. യാംബു പ്രീമിയർ ലീഗ് സീസൺ 1 താരലേലമാണ് നടന്നത്. സുൽത്താൻ ബ്രദേഴ്സും UICയും ചേർന്നാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. നമ്മളൊരു IPL ഫോർമാറ്റിലാണ് ഈ ഒരു പ്ലാൻ യാംബോയിൽ കൊണ്ടുവന്നത്. ഇതാദ്യമായിട്ടാണ് യാംബോയിൽ ഈ ഒരു യാംബോ പ്രീമിയർ ലീഗ് എന്ന സംവിധാനം ഓപ്പൺ ആയത്. ഡിസംബർ 25, 26, 27 തീയതികളിൽ ആണ് യാക്ക അൽസനയ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ കളി ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നത്. റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ സ്പോൺസർമാരും കായിക ബിസിനസ് രംഗത്തുള്ളവരും പങ്കെടുത്തു. യാംബു ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് മസ്ഹർ ഖാൻ മുഖ്യാതിഥിയായിരുന്നു. We are doing the player auction right now, and we are looking forward to have a great event. This tournament will be going to a milestone for the Yambu Al Sinaya Cricket Association. YPL പ്രതിനിധികളായ അൽ ജസാം അബ്ദുൽ ജബ്ബാർ, അൽ സജാം അബ്ദുൽ ജബ്ബാർ, ഷഹീൻ അബ്ദുൽ ലത്തീഫ്, ശിവാനന്ദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇമ്രാൻഖാൻ പരിപാടികൾ നിയന്ത്രിച്ചു. യാക്ക ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഡിസംബർ 25, 26, 27 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ടൂർണമെന്റിൽ 10 ടീമുകൾ മാറ്റുരയ്ക്കും. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ദുബൈയിൽ മരിച്ചു. എറിയാട് കടപ്പൂര് താജുദ്ദീനാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. 20 വർഷമായി UAEയിലുള്ള ഇദ്ദേഹം അൽത്തവാറിലെ ഈഗിൾ ലൈൻ ഡോക്യുമെന്റ് ക്ലിയറൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. ഖത്തറിലെ അൽഖോർ പാർക്കിൽ നേപ്പാളിൽ നിന്ന് 2 ആനകളെത്തി. നേപ്പാളിലെ ചിത്വാൻ നാഷണൽ പാർക്കിൽ നിന്നാണ് ആനയെ എത്തിച്ചത്. ആനകളെ കാണാൻ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ടിക്കറ്റുകൾ ഓൺ ആപ്ലിക്കേഷൻ വഴിയോ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ ബുക്ക് ചെയ്യാം. ഖത്തറിൽ സമാപിച്ച ഫിഫ അറബ് കപ്പ്, ഫിഫ ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ടൂർണമെന്റുകൾക്കിടെ ദോഹ മെട്രോയും ലുസൈൽ ട്രാമും ഉപയോഗപ്പെടുത്തിയത് 49 ലക്ഷത്തിലധികം യാത്രക്കാരാണ്. ടൂർണമെന്റിന്റെ ദിവസങ്ങളിൽ ശരാശരി 2.73 ലക്ഷം യാത്രക്കാരാണ് പ്രതിദിനം ഇവ വഴി യാത്ര ചെയ്തതെന്ന് ഖത്തർ റെയിൽ അറിയിച്ചു. ഖത്തർ ദേശീയ ദിനവും അറബ് കപ്പ് ഫൈനലും നടന്ന ഡിസംബർ 18 റെക്കോർഡ് തിരക്ക് അനുഭവപ്പെട്ടത്. അന്ന് മാത്രം 3.57 ലക്ഷത്തിലധികം പേർ യാത്രക്കാരായെത്തി. തിരുവനന്തപുരം പോത്തൻകോട് രാജകുമാരി സിൽക്സിൽ വെഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി. രാജകുമാരിയിൽ രാജകീയ മംഗല്യം എന്ന പേരിൽ നടക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ബിഗ് ബോസ് താരങ്ങളായ അനുമോളും അനീഷും ചേർന്ന് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 3 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണമോതിരം സമ്മാനമായി നൽകി. 25,000 രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് 1 ഗോൾഡ് കോയിനും 50,000 രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് 3 ഗോൾഡ് കോയിനുകളും സമ്മാനമായി ലഭിക്കും. മെഗാ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് ഒന്നാം സമ്മാനമായി 15,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും. വാർത്തയിലേക്ക്. സ്റ്റാൻ സ്വാമി ആദ്യമായി കാണുന്നത് ജയിലിൽ വെച്ചാണെന്ന് ഭീമ കൊറേഗാവ് കേസിൽ ജയിൽ മോചിതനായ പ്രൊഫസർ ഹാനി ബാബു മീഡിയ 1നോട്. നിങ്ങളുടെ 10 കൊല്ലം പോയെന്നാണ് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ പറഞ്ഞത്. വിയോജിപ്പുയർത്തുന്നവരെ തകർക്കുന്ന ഭരണകൂട പദ്ധതിയാണ് ഭീമ കൊറേഗാവ് കേസ്. ജയിൽ ജീവിതം ആരെയും തളർത്തിയില്ലെന്നും ഭരണകൂടമാണ് തളർന്നതെന്നും ഹാനി ബാബു പറഞ്ഞു. മീഡിയ 1 മാനേജിംഗ് എഡിറ്റർ C. ദാവൂദുമായുള്ള അഭിമുഖത്തിലായിരുന്നു പ്രതികരണം.
സ്റ്റാൻ സ്വാമി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ജയിലിൽ വെച്ചിട്ടാണ്. അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ പറഞ്ഞ് നിങ്ങളുടെ 10 കൊല്ലം പോയി എന്നാണ്. 10 കൊല്ലത്തിന് നിങ്ങളെ ഞങ്ങൾ പുറത്തുവിടില്ല, ഇനി അത് ഞങ്ങൾ ഉറപ്പിക്കും എന്ന് പറഞ്ഞു. ഇത് പരമാവധി വലിച്ചു നീട്ടി ആൾക്കാരെ എത്രയും തടങ്കലിൽ അടയ്ക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിന്റെ ഒരു ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് കാണുമ്പോൾ. ഒരാളും ഇതിൽ തകർന്നു പോയിട്ടില്ല ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട്. 54 വയസ്സുള്ള ആള് മുതൽ ഇപ്പൊ ഭൂരിഭാഗം പേരും 50ന് മുകളിലൊരാണ്. ഭരണകൂടത്തിന് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതാണ് നമ്മളെ ഇങ്ങനെ അടച്ചിടുക എന്നുള്ളത്. സഞ്ചാര മേഖലയിൽ ഉണ്ടാകുന്നത് വലിയ മാറ്റങ്ങളാണ്. കന്നിമല, നടയാർ, നല്ലതണ്ണി, മൂന്നാർ ടൗൺ, ദേവികുളം, സെവൻമല എന്നിവിടങ്ങളിൽ ഇന്ന് പുലർച്ചെ താപനില 0 ഡിഗ്രി രേഖപ്പെടുത്തി. മറയൂർ, കാന്തല്ലൂർ മേഖലകളിലും കൊടും തണുപ്പാണ് അനുഭവപ്പെട്ടത്. തലയാറിൽ താപനില -2 ഡിഗ്രിയിലേക്ക് താഴ്ന്നു. തേയിലത്തോട്ടങ്ങളും വാഹനങ്ങളുടെ മുകൾ ഭാഗവും മഞ്ഞുപാളികളാൽ മൂടിയിരിക്കുകയാണ്. പുല്ലുകളിലും തേയിലച്ചെടികളിലും മഞ്ഞുതുള്ളികൾ ഐസ് കട്ടകളായി ഉറച്ചുകിടക്കുന്ന കാഴ്ചയാണ് എല്ലായിടത്തും. കഠിനമായ മഞ്ഞുവീഴ്ച കൃഷിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും തേയിലച്ചെടികൾ മഞ്ഞു വീണ് കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ്. മറയൂർ, കാന്തല്ലൂർ ഭാഗങ്ങളിൽ തണുപ്പ് -2 ഡിഗ്രി വരെ എത്തിയതോടെ പ്രദേശം ആകെ തണുത്തുറഞ്ഞ നിലയിലായി. വരും ദിവസങ്ങളിലും തണുപ്പ് ഇതേ രീതിയിൽ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു. മീഡിയ 1 ഇടുക്കി. കനത്ത മൂടൽമഞ്ഞിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. പുകമഞ്ഞ് ട്രെയിൻ, വ്യോമ ഗതാഗത സർവീസുകളെ ബാധിച്ചു. ഡൽഹിയിൽ പലയിടത്തും വായു ഗുണനിലവാര തോത് 500-ന് മുകളിലാണ്. സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും ഭാഗികമായി ഓൺലൈനിലേക്ക് മാറിയിരിക്കുകയാണ്. ശൈത്യകാലം കടുത്തതോടെ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പുകമഞ്ഞിൽ മൂടിയിരിക്കുകയാണ്. ഡൽഹിയിൽ പലയിടത്തും കാഴ്ചപരിധി 10 മീറ്ററിൽ താഴെയാണ്. ഇന്ന് മാത്രം 129 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഡൽഹിയിൽ ഇറങ്ങേണ്ട 66 വിമാനങ്ങളും പുറപ്പെടേണ്ട 63 വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. റോഡ് ഗതാഗതത്തെയും പുകമഞ്ഞ് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക 500-ന് മുകളിലാണ്. വായു മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ സർക്കാർ കടുപ്പിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ 10,000 എയർ പ്യൂരിഫയറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചെങ്കിലും രാജ്യതലസ്ഥാനത്തെ വായു ഗുണനിലവാരം ജനങ്ങൾക്ക് ശ്വസിക്കുന്നതിലും മോശമായി തുടരുമ്പോഴും വിഷയം എന്തുകൊണ്ട് പാർലമെന്റിൽ ചർച്ചയായാലേ എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം സജു തോമസ്, മീഡിയ 1. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചു. ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കും. തുടർച്ചയായ 2ാം T20 കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ഇന്ത്യൻ ടീമിനായി ഓപ്പണർ റോളിൽ സഞ്ജു സാംസൺ ഇറങ്ങും. T20യിൽ മോശം പ്രകടനം തുടരുന്ന ശുഭ്മൻ ഗിൽ ഇല്ലാതെയാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ ഉപനായകന്റെ ചുമതല അക്സർ പട്ടേലിനാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ തകർപ്പൻ പ്രകടനത്തിലൂടെ ഇഷാൻ കിഷൻ നീലക്കുപ്പായത്തിൽ തിരിച്ചെത്തി. ബാറ്റിംഗിൽ ഇന്ത്യയുടെ കരുത്താവാൻ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും. മികച്ച ഫോമിലുള്ള ഹർദിക് പാണ്ഡ്യയ്ക്ക് പുറമെ ശിവം ദുബൈയും വാഷിംഗ്ടൺ സുന്ദറും ഓൾറൗണ്ട് മികവുമായി കളം നിറയും. ബൌളിംഗിന്റെ ചുമതല ജസ്പ്രീത് ബുംറയ്ക്ക് തന്നെ. ബുംറയ്ക്കൊപ്പം പേസർമാരുടെ നിരയിൽ അർഷ്ദീപ് സിംഗും ഹർഷിത് റാണയും. ലോകത്തിലെ ഏറ്റവും മികച്ച 2 സ്പിന്നർമാരുടെ കുപ്പായമണിഞ്ഞ് കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ഇറങ്ങുന്നത് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യക്ക് കൂടുതൽ ധൈര്യം നൽകും. ഇന്ത്യൻ കുപ്പായത്തിലുള്ള ചിത്രത്തിന് നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന കുറിപ്പോടെയാണ് സഞ്ജു സന്തോഷം പങ്കുവച്ചത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.